ഹായ് ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ കണ്ടു. സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായവുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് വരുന്ന സിനിമ. വിനയ് ഗോവിന്ദാണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ. സാം CS ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ മാർക്കോയ്ക്ക് ശേഷം, മാർക്കോ പോലെ ഒരു എക്സ്ട്രാ വയലന്റ് ആക്ഷൻ പടം ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഒരു പടം, അതൊരു പക്ക ഫീൽ ഗുഡ് ഐറ്റം. ഫീൽ ഗുഡ് എന്ന വാക്കിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറി നിൽക്കത്തില്ല ഈ ഒരു സിനിമ. അത്രയ്ക്ക് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിൻ്റെ ലൈഫിലുണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ കഥയായിട്ട് വരുന്നത്. നല്ല പക്ക ഫീൽ ഗുഡ് രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്നൊക്കെയുള്ള സിനിമകളുടെ ആ ഒരു ശ്രേണിയിൽ ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമ. പക്ക ഒരു മെസ്സേജൊക്കെ നൽകിയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഈ ഒരു സിനിമ തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷന് ഈ ഒരു സിനിമയിൽ നൽകുന്ന മെസ്സേജ് നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ജനറേഷന് ഈ ഒരു സിനിമ കാണിച്ചു കൊടുത്തില്ലെങ്കിലും നമ്മുടെ പഴയ ജനറേഷനെങ്കിലും ഈ ഒരു സിനിമ ഒരിക്കലെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇപ്പം കല്യാണം കഴിച്ചവരായാലും കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരായാലും കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ കുട്ടികളുള്ളവരായാലും ഇനി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണമെങ്കിൽ ഈ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും, എനിക്ക് പ്രായഭേദമന്യേ എല്ലാവരും ഫാമിലി ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇതിനകത്ത് നൽകുന്ന മെസ്സേജ് അത്തരത്തിലുള്ള ഒന്നാണ്. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ പേഴ്സണലി തോന്നിയത്. അതും മെസ്സേജും സ്റ്റോറിയും രണ്ടായിട്ട് മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമ നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. ഉണ്ണിമുകുന്ദൻ മാർക്കോ പോലെ അത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കാമായിട്ട് മറ്റൊരു ക്യാരക്ടറിലേക്ക് വന്നപ്പോഴത്തേക്കും പുള്ളി നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ ഭയങ്കരമായിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് കേട്ടോ. പണ്ടത്തെ ഉണ്ണിമുകുന്ദനും ഇപ്പോഴത്തെ ഉണ്ണിമുകുന്ദനും ഭയങ്കര രീതിയിലുള്ള ഒരു വ്യത്യാസമുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആയാലും ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്യുന്നതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു മെച്യൂരിറ്റി ആയാലും നല്ല രീതിയിൽ ഉണ്ണിമുകുന്ദൻ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഈ ഇമോഷണൽ സീൻസൊക്കെ പക്കയായിട്ട് കിഡിലനായിട്ട് ഉണ്ണിമുകുന്ദൻ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ആക്ടിങ്. അതേപോലെ തന്നെ ജോണി ആൻ്റണി, നിഖില വിമലാണ് ഈ ഒരു സിനിമയുടെ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി നല്ലതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സും ഇതിനകത്ത് വന്നിട്ടുള്ള സുധീഷ് ആയാലും അങ്ങനെ അത്തരത്തിലെ എല്ലാ ആക്ടേഴ്സും നല്ല കിടിലനായിട്ട് തന്നെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സാം CSന്റെ മ്യൂസിക്കും നല്ല രീതിയിൽ തന്നെ സിനിമയുടെ മൂഡിന് യോജിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു ഫീൽ ഗുഡ് പടമാണ് ഗെറ്റ് സെറ്റ് ബേബി. എല്ലാ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ പക്ക ഡീസൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഈ ഒരു സിനിമ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കുന്ന ഒരു സിനിമയൊന്നുമല്ല. പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടന്റ് നല്ല നൈസായിട്ട് ഡീസൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമ. ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ എന്താ പറയുക സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ സിനിമയ്ക്കകത്തുണ്ട്. എന്നൊഴിച്ചാൽ വലിയ രീതിയിലുള്ള കോമഡീസ് ഒന്നുമില്ല. ഇതിൻ്റെ എന്താണോ ഇതിൻ്റെ കണ്ടന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്ന ഒരു പക്ക ഫീൽ ഗുഡ് ഐറ്റമാണ് ഗെറ്റ് സെറ്റ് ബേബി.